നമ്മൾ ഒരിക്കലും എല്ലാ ദിവസവും രാവിലെ നമ്മുടെ കസ്റ്റമേഴ്സിന് ഗുഡ് മോർണിംഗ് അത്തരം മെസ്സേജസ് ഒന്നും അയക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരം സ്റ്റുപ്പിഡിറ്റി ചെയ്യുന്ന ഒരു പണിയില്ലാത്ത ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് മാത്രം മെസ്സേജസ് പോയാൽ നമ്മളെയും കസ്റ്റമർ ആ ഗണത്തിൽ പെടുത്തിക്കളയും. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ ആ സമയം പ്രൊഡക്റ്റ് വിൽക്കണം എന്നുള്ള ആ ഒരു ആവേശം വേണ്ട. അത് നെഗറ്റീവ് ഫലം ചെയ്യും. നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ കസ്റ്റമർക്ക് നൽകേണ്ടത് വാല്യൂ അഡീഷനാണ്. അതായത് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് കസ്റ്റമർ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് നൽകിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ വാല്യൂ വർദ്ധിപ്പിക്കുക. അത് വിൽക്കാനല്ല ശ്രമിക്കേണ്ടത്, അതിൻ്റെ വാല്യൂ വർദ്ധിപ്പിക്കുക. അങ്ങനെ വാല്യൂ വർദ്ധിച്ച് വരുന്ന ഒരു പ്രോഡക്റ്റിന് വേണ്ടി പ്രൈസ് കൊടുക്കാൻ കസ്റ്റമർ തയ്യാറാകും. വാല്യൂ ഇല്ലാത്തതിന് ആരും പ്രൈസ് കൊടുക്കില്ലല്ലോ. സോ ഫോളോ അപ്പിൻ്റെ ആ ഒരു പീരീഡിൽ നമ്മുടെ സ്വന്തം പ്രോഡക്റ്റിൻ്റെ വാല്യൂ ആണ് വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇതൊന്നുമില്ലാതെ കസ്റ്റമറെ വിളിച്ച് തീരുമാനമായോ സാറേ എന്നൊക്കെ ചോദിച്ചാൽ ഒരു തീരുമാനം ആവത്തില്ല. ഇങ്ങനെയൊക്കെ വിളിക്കുന്ന ആൾക്കാരോടാണ് കസ്റ്റമേഴ്സ് പൊതുവെ പറയാറുള്ളത്, ആ ഓണം കഴിയട്ടെ, പെരുന്നാൾ കഴിയട്ടെ, ക്രിസ്മസ് കഴിയട്ടെ, അല്ലെങ്കിൽ ഓഡിറ്റിംഗ് കഴിയട്ടെ എന്നൊക്കെ പറയുന്നത് ഇതേപോലെ കാര്യങ്ങൾ തെറ്റായ രീതിയിൽ വിളിക്കുന്ന ടെലികോളേഴ്സിനോടാണ്. ഇത്തരം ടെലികോളേഴ്സ് പലരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പലരും ഫോളോ അപ്പ് ചെയ്യാനായിട്ട് വിളിക്കുന്നത് തന്നെ നോ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ചില കസ്റ്റമേഴ്സ് പറയും ഈ ഒരു ഇയർ കഴിയട്ടെ അല്ലെങ്കിൽ ഈ ക്വാർട്ടർ കഴിയട്ടെ എന്ന് പറയുമ്പോൾ ഓക്കെ സാറേ, അവർക്ക് സന്തോഷമാണ്. കഴിവില്ലാത്ത ടെലികോളേഴ്സിനെ അവർക്ക് സന്തോഷമാണ്. ഓക്കെ സാറേ, ഓക്കെ ആ ഈടം കേൾക്കുമ്പോൾ അറിയാം ഇവനും ഈ വിളിക്കുന്നവനും അത് തന്നെയാണ് താല്പര്യം. കൂടുതൽ സംഭാഷണം നീട്ടിക്കൊണ്ടുപോയി ക്ലോസ് ചെയ്യാനൊന്നും വയ്യ, പണി ചെയ്തൊന്നും വരുത്തി തീർക്കുക. ഇത്തരം സ്റ്റാഫ്സ് നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളിൽ ഉണ്ടാകും. എത്രയും പെട്ടെന്ന് അതിനെയൊക്കെ ഒഴിവാക്കുക. നമുക്ക് അവരെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അത്തരം തല്ലിപ്പൊളി സെയിൽസ് സ്റ്റാഫിനെ കൊണ്ട് ഒരു സ്ഥാപനത്തിനും ഒരു പ്രയോജനവും ഇല്ല.